കപ്പ 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 ഇതെന്തിനാ ഡിഷ് ടിഷ്യൂ വെച്ച എന്താ പറയുക, ടിഷ്യൂ വെച്ചാൽ നമ്മളെ ഈ കരച്ചിൽ ഒഴിവാക്കാൻ പറ്റും. ചെറുങ്ങനെ നനച്ചിട്ട് പുറമെ സൈഡിൽ നിന്ന് വെച്ചാല് നമ്മൾ ഈ പണ്ടെന്ന് വളം വരുന്ന ഈ പരിപാടി ഉണ്ടല്ലോ അത് ഒഴിവാക്കും. ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. കപ്പക്കില്ല ഉള്ളി വെച്ചാണ് ബീഫും കപ്പയാണ്. ബീഫും വെച്ചാണ് കപ്പ ഇവിടെ ഉണ്ട്. കപ്പ നല്ല ഫ്രഷ് കപ്പ. इसका माल नहीं है. Guys, kappa biryani guys. Hanif ka adnan kappa പറയുന്നല്ല അല്ലു കഷ്ണതാ അല്ലു കപ്പ മെയിൻ ഷെഫിനെ സപ്പ കപ്പ guys. ബീഫ് ഉണ്ടാക്കുന്നത് അനീഫാണ്. അങ്ങനെ ഒരു തൊലി എടുത്തുകൊണ്ട് അരമണിക്കൂർ തൊലി ഇതാണ് തൊലി എടുക്കുന്നത്. ജയിലേക്ക് പകുതി കപ്പ തൊലി തന്നെ. അനീഫ ബീഫ് കറി വെക്കുന്നുണ്ട്. ബീഫ് കറി നാടൻ ബീഫ് കറി. ബീഫ് मालूम नहीं है. केरला अला कप्पा कब्बा कब्बा कप्पा कप्पा कब्बा कप्पा कप्पा. ايوه هنبقى نسوي لحم مثلا بيف. بيف شوف ديلو كبا 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 كبا. هذا خربان لا لا زين هذا خربان. هذا سوفت هذا يا هذا വേപ്പിൻ്റെ മസാല ഇടാണ്. ഫുള്ള് സെറ്റാണ്. ഇഞ്ചി പേസ്റ്റ് ഇടുകയാണ്. അടുത്തത് ഇഞ്ചി പേസ്റ്റ് ഇട്ട് ഫുള്ള് കുക്കിംഗ് ആണ്. ബീഫാണ് ഫുള്ള് ബീഫും കപ്പയും ഉണ്ടാക്കുന്നത്. അതാ മുളക് പൊടി ഇടുകയാണ്. മുളക് പൊടി പാകത്തിന് മുളക് പൊടി. എല്ലാ പണിയും അതിൻ്റെതായ രീതികളിലാണ്. അര മഞ്ഞൾപ്പൊടി അല്ലേ, മുക്കാലി സാധനം കുറച്ച് ഒന്നാം മുക്കാൽ മല്ലിപ്പൊടി, നാടത്തെ മല്ലിപ്പൊടി അല്ലേ, നാടൻ മല്ലിപ്പൊടി. മസാല കൂടെ തന്നെ ബീഫ് കറി കുറച്ച് വരുക. കപ്പ صفايا لازم ലازم صفايا كده كبا. شوف هذا لازم كده يجي زين. നന്നായി മിസ്സാക്കല മസാല പണി ആദ്യം നന്നായി മിസ്സാക്കുകയാണ് നമ്മൾ. നന്നായി ഇളക്കുക അല്ലേ. ഇപ്പൊ ഇറച്ചിക്കറി ബോധ്യം ആയിപ്പോയി. ഇനിയിപ്പോ തന്നെ വേണ്ട പണിയുള്ളൂ. ഒരു 4 വിസിൽ വരെ 30% ഇറച്ചിയാക്കും. 8 വിസിലെത്തും. ഇനിയിപ്പല്ലേ അപ്പൊ റെഡി. هذا كبر ايدك خلاص. صفايا خلاص. شوف هذا كله وايد هذا زين زياد بس زياد كيرلا. ഇവിടെ കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് കുക്കിങ്ങിന് പോകാം. നോക്ക ഇതേ ഇറച്ചി മൂടാൻ പാകത്തിന് കുറച്ച് വെള്ളം നമ്മൾ
ഒഴിക്കല്ലേ? ഫുള്ള് ഓവർ വെള്ളമാക്കരുത്, കാരണം ഈ ഇറച്ചിന്ന് കുറേ വെള്ളം ആണ് പോരും. അതിൻ്റെതായ ഒരു കണക്കിൽ ഒഴിക്കല്ലേ? ചെറുതായി പോയൊരു ഡൗട്ട് ഉണ്ട്. കുക്കർ ചെറുതായാലും ഓരോരുത്തരും വെള്ളം വരുന്നല്ലേ, ഇന്ന് ബേജാറാണ്. അത്യാവശ്യം തിന്നണ ജാതികൾ തിന്നുമ്പോൾ വോട്ടർ എടുത്തോളൂ. അത് നല്ല ചീമപ്പച്ചകളായിക്കാതെ തിന്നണ. കേട്ടാൻ പോവാണ്. നമ്മള് കിടക്ക് അടുപ്പ് കത്തിച്ച് സാധനം നമ്മൾ ക്ലിയർ ആയിട്ട് മൂപ്പരെ ചൂടാൻ പോവാണ്. കേട്ടോ ബീഫ് വെച്ച് ഒരു 10 മിനിറ്റ് നല്ല തീ കൂട്ടിയാണ് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 2 വഴി കൂക്കൊക്കെ ഉണ്ടാവുമ്പോ എന്ത് ചെയ്യാ, തീ നല്ല കുറച്ചെടുക്കുക. അപ്പോ കഴിഞ്ഞിട്ടേ ഇത് കഴിഞ്ഞിട്ട് 2-3 കലത്തും കൂടി വെക്കാൻ പോകാണ്ട്. ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് കുക്കിന് വേറെ പണിയുണ്ട്. 2-3 കപ്പ് റെഡി ഉണ്ട്, കഴുകി വൃത്തിയൊക്കെ ഉണ്ട്. ഇനി നമ്മള് ايوه استاذ هو صبايا كبه كبه കപ്പ സബായി كبه زياد تقديم هو ഈജിപ്ത്. ايوه ايجيبشن ايوه ഇതേ തീരെ മില്ലിക്ക് ഈരാൻ കൊണ്ടാണല്ലോ ഇത് വെച്ചുണ്ടാക്കാനുള്ള തിന്നാനേ. ഇത് കഷ്ണാക്കണത് ഇവനെ നല്ല സ്വരാട്ടോ, നമ്മൾ ചങ്ക هذا ഇവനെ എവിടെയും കൊള്ളിച്ചാൽ മതി. ആള് ഈജിപ്താണ് അല്ലേ, നമ്മള് എന്ത് പരിപാടി ഉണ്ടെങ്കിലും സജീവമായി പന്തളിച്ചാൻ പോവാണെങ്കിലും തിന്നാനാണെന്നുണ്ടെങ്കിലും നമ്മളാണ് നമ്മളാളാം. കേരളത്തിൽ കൊണ്ടുവന്നത്. هذا حنبقى وما في قطع زين شوف انا في قطع ഇത് അങ്ങനെ പറയടാ, ഇത് കാണുന്നത് ചേട്ടൻ كذا هذا يجي زين هذا هو لايك ذس هذا شو هذا كذا സെക്യൂർ സെക്യൂറാ. അടുത്ത നമ്മൾ കപ്പ വെട്ടുകയാണ്. നമ്മൾ കേരളക്കാരനാണെങ്കിലും ഈജിപ്ഷ്യനെ കൊണ്ട് നമ്മൾ കപ്പ വെട്ടിക്കുന്നത് അല്ലേ? ഈജിപ്തുകാരനുണ്ടല്ലേ, നമ്മളിപ്പോ എല്ലാ
അത് കുറച്ചേരം നിൽക്കും. നല്ല കപ്പ റെഡി. കപ്പ റെഡി. കപ്പ ബിരിയാണി റെഡി. മിസ്സാക്കുന്നു. മെയിൻ ഷെഫ് മിസ്സാകുന്നു. കപ്പ സ്പൈസി. Yeah. बहुत गर्मी है ये നമുക്ക് തിന്നാൻ പാടില്ലേ കുറച്ചുകൂടാ കുറവുണ്ടാവും കൊണ്ടോട്ടി കപ്പ ബിരിയാണി ഇങ്ങടി മറ്റേ ഇതിന്റെ മൂടി എടുത്തു മൂടി പൊക്കണ്ട മൂടി ലെമൺ പുളി നിന്നിട്ടാ ലെമൺ ജ്യൂസ് ഇതറാ മറ്റേ മൂടി എടുത്തേ അബി ആ മൂടി മണ്ടൻ കൂടെ അത് വേണമുണ്ട്. ഏറ്റവും കൂടുതൽ ഇല്ല എങ്ങനെയുണ്ട് ബീഫ് ഉണ്ടാക്കി എന്നോട് ചോദിച്ചത് കപ്പ തിന്നില്ല എന്നാ പക്ഷേ ബീഫ് കുറവേക്കാരം അജിപ്പോ പീടിയെ പോയി നോക്കിയാ അതിൽ ബീഫ് ആണോ? 6 അത്ര ഉണ്ടാവുള്ളൂ.